പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നമ്മുടെ ബോട്ടത്തിന്റെ വീഡിയോയാണ്. ഇതിനകത്തേക്ക് നമ്മുടെ താർലാഫിന്റെ ബോട്ടം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ രണ്ട് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സ്ലബ് സിൽക്കിന്റെ ബോട്ടം കൂടെ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. റെഡി ടു ഡിസ്പാച്ചിലേക്ക് ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. എല്ലാവർക്കും തന്നെ ഫെമിലർ ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു പോകാം. അപ്പോൾ ഈ ബോട്ടംസ് എല്ലാം നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോറിസ്റ്റയിലേക്ക് വന്നേക്കുന്ന ബോട്ടംസ് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിങ്ങോടുകൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്ന കേട്ടോ. ഫസ്റ്റ് കൊണ്ടുവരുന്ന നമ്മുടെ ഓണം പ്രൊഡക്റ്റ് ആണ്. ഓണം എന്നൊന്നുമില്ല, ഓഫ് വൈറ്റ് കളറിലെ ബോട്ടം നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിന്റെ എല്ലാത്തിനും തന്നെ നമ്മൾ ഫുൾ ആയിട്ട് തന്നെ എലാസ്റ്റിക്കിന്റെ വേസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബോട്ടത്തിന്റെ എൻ പോർഷനിലേക്കായിട്ട് ഒരു ഹക്കോബയുടെ പാച്ചും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എൻ പോർഷനിലേക്കായിട്ട് കട്ടിങ്ങും കൂടെ വരുന്നുണ്ട്. വൺ സൈഡിലേക്കാണ് നമ്മൾ പോക്കറ്റ് കൊടുത്തേക്കുന്നത്. നമുക്ക് എവിടെ വേണം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാം. നമ്മുടെ ബോട്ടംസ് എല്ലാം തന്നെ നമ്മൾ അതിനകത്ത് ഫാബ്രിക്കിനകത്ത് ഒരു പിശുക്കും നമ്മൾ കാണിക്കാറില്ല. നമ്മുടെ ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്റ്റിന്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞു. നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാറുണ്ട്. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ എടുത്തിട്ട് എനിക്കും പണി കിട്ടിയ കുറേ പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്രാൻഡിൽ വരുന്നതിനെല്ലാം നമ്മൾ അത്രയും സൂപ്പർ ആയിട്ടുള്ള ഫിറ്റിംഗിലേക്ക് എല്ലാം തന്നെ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ സ്ലബ് സിൽക്കിന്റെ ബോട്ടംസ് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇപ്പം റെഡി ടു ഡിസ്പാച്ചിലേക്കും കൂടെയാണ്. പിന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ താർലാഫറിന്റെ ബോട്ടോ. നമ്മൾ അത്രയും ക്വാണ്ടിറ്റി നമ്മുടെ ഫ്ലോറൻസിൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന് സെല് ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഏറ്റവും മെയിൻലി പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഇതിനകത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളേഴ്സ് ആണ്. ഇതൊക്കെ ഇപ്രാവശ്യം നമ്മൾ അത്രയും ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും. റഫ് യൂസിന് നമുക്ക് മെഷീൻ വാഷബിൾ ആണ്. കളർ ഫെയ്ഡോ കളർ ബ്ലീഡിങ്ങോ ഒന്നും ആവത്തില്ലാത്ത നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. ഇതെന്ന് പറഞ്ഞൊരു ലാഫറിംഗ് പോളിഷിംഗ് ടെക്നോളജി ചെയ്ത് വന്നേക്കുന്ന ഒരു ബോട്ടമാണ്. ഫുള്ളായിട്ട് തന്നെ എലാസ്റ്റിക് വേസ്റ്റോട് കൂടിയിട്ടാണ്. വൺ സൈഡിലേക്കായിട്ട് നല്ലൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോട്ടത്തിന്റെ ഒരു എൻ പോർഷനിലേക്കായിട്ട് ജസ്റ്റ് ഇവിടെ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ല വീതിയുള്ള ഒരു പടിയാണ് ഇതിനകത്തേക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി കളേഴ്സും കൂടെ നമുക്ക് പെട്ടെന്ന് കാണാം. അതുപോലെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ഐസ് ബ്ലൂ ആണ്. ലൈറ്റ് ഒരു ബ്ലൂ കളറിലേക്കാട്ടോ. ഇനി എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല. നമുക്ക് ആ ഒരു ചിക്കു ഷെയ്ഡിലേക്ക്, അതായത് ഇതിനകത്തേക്ക് തന്നെ ബേജും പല ഷെയ്ഡുകൾ നമുക്ക് ഓരോ പ്രാവശ്യം വരാറുണ്ട്. ഇത് നമുക്കൊരു കുറച്ചുകൂടെ ഒരു യെല്ലോ ചിക്കു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു മസ്റ്റർഡ് യെല്ലോ കളറിലേക്കാട്ടോ ഈ ഒരു ബോട്ടം വന്നിരിക്കുന്നത്. നേവി ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഒരു ബ്രിക്ക് കളറും ഒരു ഓറഞ്ചും മിക്സ് ഒക്കെ ചെയ്ത് വന്നേക്കുന്ന ഒരു ബ്രൗണും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ റെഡ് കളറാട്ടോ. മെറൂൺ അല്ല, റെഡ് ആണ് ഇത് ഷെയ്ഡ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ഒരു പിങ്ക് ഷെയ്ഡാട്ടോ. നമുക്കൊരു ലൈറ്റ് ഒരു പേസ്റ്റൽ പിങ്ക് എന്ന് പറയാം, ആ ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ജെറ്റ് ബ്ലാക്ക്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു പീക്കോ കളറിലേക്കാണ്. ലാസ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ലൈറ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലേക്ക്, ലൈറ്റ് ഒരു ഗ്രീൻ കളറാണ്. ഇത്രയും പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത്. മെറൂൺ നമുക്ക് കറന്റ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് കിട്ടിയില്ല. ഏറ്റവും ഡിമാൻഡുള്ള അടുത്തൊരു ഷെയ്ഡായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ടുവന്നതായിരിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പ് നമ്മുടെ അൻവിറ്റ ബ്രാൻഡിലേക്ക് വന്നേക്കുന്ന വീവ്ഡ് കോട്ടൻ്റെ ഒരു ടോപ്പാണ്. ഇതും റെഡി ടു ഡിസ്പാച്ചിലേക്കാണ്. പക്ഷേ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ടോപ്പിന് ഒരു സൈസ് വലുതെടുക്കണം. ബോട്ടം ഒക്കെ നിങ്ങൾ സാധാരണ നമ്മുടെ ഫ്ലോറൻസ് സൈഡ് എടുക്കുന്ന കുർത്തിയുടെ സെയിം മെഷർമെന്റിൽ എടുത്താൽ മതി. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ബോട്ടംസ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഈ പ്രാവശ്യം ഒന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഈ ടോപ്പും നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും.